الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ചിട്ടപ്പെടുത്തി ജീവിക്കണേ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അവൻ ഇഷ്ടപ്പെടുന്ന മാർഗ്ഗേന ജീവിച്ചു മരിച്ച് നമ്മളൊക്കെ കൊതിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിൽ ഫിർദൗസിൽ നമ്മളേറെ സ്നേഹിക്കുന്ന പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ കുടുംബത്തോടെ ഒത്തൊരുമിച്ച് പ്രവേശിക്കാനുള്ള അതിമഹത്തായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കാത്തിരുന്നതിനേക്കാൾ വേഗതയിൽ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാനിന്റെ പകുതി ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് നമ്മളിൽ നിന്ന് വിട ചൊല്ലിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റമദാനിനെ കുറിച്ച് സൂചിപ്പിച്ചത് തന്നെ 30 ദിവസം, ഒരു മാസം എന്നൊന്നുമല്ല. റമദാനിനെ കുറിച്ച് അടിവരയിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്ക് അയ്യാമുൻ മഅദൂദാത്ത്, എണ്ണിക്കണക്കാവുന്ന കുറച്ച് ദിവസങ്ങൾ. അങ്ങനെ പ്രയോഗിച്ചതിന്റെ പിറകിലുള്ള പൊരുൾ പണ്ഡിതന്മാർ എടുത്തു പറയുന്നുണ്ട്. എണ്ണിച്ചിട്ടപ്പെടുത്താവുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ അത് നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറയും എന്നതുകൊണ്ടാണ്. ഏതായാലും ശേഷിക്കുന്ന ദിവസങ്ങൾ ആഫിയത്തോടുകൂടി കൂടുതൽ നന്മ ചെയ്ത് സജീവമാകാനും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അതിന്റെ അപാകതകളൊക്കെ പരിഹരിച്ച് പരിപൂർണമായി സ്വീകരിച്ച് പ്രതിഫലം ലഭിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ജീവിതവുമായി ബന്ധപ്പെട്ട് ചില ഉണർത്തലുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്പരം ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് എന്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും വിശുദ്ധ ഖുർആനിൽ ഉത്ബോധനമുണ്ട്, ഉപദേശമുണ്ട്. ആർക്കാണുള്ളത്? ലിമൻ അൽഖ സമഅ വഹുവ ശഹീദ്, മനസ്സാന്നിധ്യത്തോടു കൂടി കേൾക്കാനിരിക്കുന്നവർക്ക്. അപ്പോ ഒരു ക്ലാസ് നമുക്ക് ഉപകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മനസ്സിവിടെ നൽകി നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല സമഇനെ, കേൾവിയെ തരിക എന്നുള്ളത്. അപ്പോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അല്ലാഹുവിന്റെ തൗഫീഖ്. സൂറത്ത് ഗാഫിറിന്റെ തുടക്കത്തിൽ ഒരു സംഭവം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി എടുത്തു കൊടുക്കുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ സദാ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കൂഫയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലുള്ളവരോട് ചോദിച്ചു, എവിടെ പോയി നമ്മുടെ ആ യുവാവ്? നമ്മുടെ ക്ലാസ്സിൽ നിറസാന്നിധ്യമായിരുന്നല്ലോ, അവൻ എവിടെ പോയി? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, അവൻ മദ്യപാനിയായിട്ടുണ്ട്. ഉമറെ, ഇനി അവന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹത്തിന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യണ്ട, ഒരു കള്ളുകൂടിയനായിട്ടുണ്ട്. ഉടനെ ഉമർ റളിയല്ലാഹു തആല ഒരു പേപ്പർ വാങ്ങി അതിൽ എഴുതുകയാണ്, മിൻ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എഴുതുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അദ്ദേഹം അങ്ങനെ എഴുത്തു തുടങ്ങി. ഈ ആ എഴുത്തിൽ സൂറത്ത് ഗാഫിറിന്റെ ആദ്യത്തെ ആയത്തുകളാണ് റളിയല്ലാഹു അൻഹു എടുത്തു കൊടുത്തത്. ഇന്നല്ലാഹു ഗാഫിറുൽ ദംബി ഖാബിലുൽ തൗബതി ശദീദുൽ ഇഖാബ് എന്ന് പറയുന്ന ആയത്താണ്. അള്ളാഹു പാപങ്ങൾ പുറത്തുതരാൻ തയ്യാറാണ്, തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. രണ്ടിനും ഒരുക്കമല്ലെങ്കിൽ ശദീദുൽ ഇഖാബ്, പടച്ച റബ്ബ് ശക്തമായി ശിക്ഷിക്കുന്നതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ എഴുതിയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുകൊടുക്കണം, കൂഫയിൽ ചെന്ന് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ആ സദസ്സിലുള്ള എല്ലാവരോടും ഉമർ റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഉദ്ഉല്ലാഹ ലിഅഖീകും അയ്യുഖ്ബില ബിഖൽബിഹി. നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ എഴുത്തിനെ, ഈ നസീഹത്തിനെ, ഉത്ബോധനത്തെ മനസ്സുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഉൾക്കൊള്ളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗബ കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് അദ്ദേഹം ഇത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമ്പോഴാണ് മാറ്റങ്ങൾ നമ്മളിൽ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്കൊക്കെ ഒരുപോലെ അറിയാവുന്ന, എന്നാൽ ഒരു ഉണർത്തൽ എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു ഫ്ലൈറ്റ് യാത്രക്കിടയിൽ കൂടെയുള്ള ഒരു യാത്രികയോട് ചോദിച്ചു എന്നാണ്, ഒരു ഇംഗ്ലീഷുകാരത്തിയാണ്, അപ്പൊ അവരോട് ചോദിച്ചു എന്നാണ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ജീവിതത്തിൽ? അപ്പൊ ആ സഹോദരി പറഞ്ഞു, എനിക്ക് മക്കളുണ്ട്, ആ മക്കളെ വലുതാക്കി വലിയൊരു സ്ഥാനത്തെത്തിച്ച് വിദ്യാഭ്യാസത്തിൽ ഉത്തുംഗതയിൽ അവരെത്തിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഈ സഹോദരിയോട് ഉടനെ പണ്ഡിതൻ ചോദിച്ചു, അതിനിപ്പോ എത്ര കൊല്ലം, നിങ്ങൾ ഒരു 60-70 വയസ്സ് വരെ നിങ്ങൾ അതായിരിക്കും ലക്ഷ്യം, കാരണം അത്രയും നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അവരൊക്കെ ആ ഒരു തലത്തിലെത്തിയാൽ, നിങ്ങളുടെ മക്കളൊക്കെ വിദ്യാഭ്യാസപരമായി ഒരു ഉത്തുംഗതയിൽ അവരുടെ പൊസിഷനുകളിൽ എത്തിച്ചേർന്നാൽ പിന്നെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? അതിൽ ആ സഹോദരി പതറിയുന്നതാണ്. സഹോദരങ്ങൾ, ചിലപ്പോൾ നമ്മൾ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. നമ്മുടെ സ്വപ്നങ്ങളിൽ എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് ചോദിച്ചാൽ, നമ്മളിൽ പലരും പറയുക ഒരു വീട്, അതല്ലെങ്കിൽ മക്കളെയൊക്കെ നല്ല ഒരു നിലവാരത്തിലേക്ക് എത്തിക്കൽ, അതല്ലെങ്കിൽ നല്ല സാമ്പത്തികമായി ഉയർച്ച. പക്ഷെ അതിനപ്പുറത്ത് ഈ ആഗ്രഹങ്ങൾ നേടാനാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലക്ഷ്യം? അവിടെയാണ് ഇസ്ലാം ജീവിതത്തെ കൃത്യമായി വിവക്ഷിക്കുന്നത്. എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം? നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകിൽ ഓടി നടക്കുമ്പോൾ ആഗ്രഹങ്ങൾ ഒരിക്കലും സഫലീകരിക്കാൻ നമുക്ക് കഴിയാതെ നമ്മൾ ഈ ലോകത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ ഇങ്ങനെ മണലാരണ്യത്തിലൂടെ യാത്ര പോകുമ്പോൾ തന്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് റസൂൽ വളരെ നേരെ ഒരു വര വരച്ചു. സ്വഹാബത്തൊക്കെ വട്ടം കൂടി ശ്രദ്ധിക്കാൻ, എന്താ റസൂൽ ഈ ചെയ്യുന്നത്? വളരെ ആകാംക്ഷയോടെ ആശ്ചര്യത്തോടെ നോക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച ആ നേരെ വരയുടെ ചുറ്റുമായൊരു ചതുരം വരയ്ക്കുകയാണ്. അതിന് ചുറ്റും ഒരു ചതുരം വരച്ചു. എന്നിട്ട് ആ വരച്ച നേരെ വരയുടെ രണ്ടു സൈഡിലേക്കും കുറെ വരകൾ ഇങ്ങനെ ചെറുതായി വരച്ചു വെച്ചു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആ ചിത്രം തന്നെ. പിന്നെ ഈ ചതുരത്തിന്റെ പുറത്ത് ഒരു വര വീണ്ടും വരച്ചു. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ ഇതെന്താണ് എന്ന് വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വഹാബ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹു റസൂലാണ്, ഞങ്ങൾക്കറിയില്ല റസൂലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ആദ്യം വരച്ച ഈ ചെറിയ വരയുണ്ടല്ലോ, ഒരു നേർരേഖ, അതാണ് നമ്മുടെ ജീവിതം. പിന്നെ ഞാൻ വരച്ച ഈ ചുറ്റുമുള്ള ഈ ചതുരമുണ്ടല്ലോ, അതാണ് മരണം. ജീവിതത്തെക്കാൾ കൂടുതൽ നമ്മെ ചുറ്റി നിൽക്കുന്നത് മരണമാണ്. പിന്നെ ഞാൻ വരച്ച ഈ ചെറിയ വരകളുണ്ടല്ലോ, അത് മരണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചില കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു കൊറോണയാവാം, ഒരു ആക്സിഡന്റ് ആവാം, ഒരു ഡെങ്കിപ്പനിയാവാം, അതല്ലെങ്കിൽ ഒരു ചെറിയ പനിയാവാം, എങ്ങനെയും കടന്നു വരാം.
ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കൊണ്ടു. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ പുറത്തുള്ള വരയിലേക്ക് നോക്കുകയാണ്, അതെന്താണ്? അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ജീവിതത്തിന്റെ പുറത്താണ് മനുഷ്യന്റെ ആഗ്രഹം. ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ മുന്നോട്ട് ഇങ്ങനെ പായുന്നതിനിടക്ക് അവന്റെ ഹൃദയമിടിപ്പ് അവസാനിക്കും. ആഗ്രഹങ്ങളൊന്നും നടപ്പിലാവാൻ പ്രിയമുള്ളവരെ സാധിക്കില്ല. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം ഒളിഞ്ഞു കിടക്കുന്നു. ഭാര്യയും അദ്ദേഹവും ആ വീടിന്റെ ആ ഭാഗം ഇങ്ങനെ ചുമരിങ്ങനെ പടുത്ത് ഉയർത്തുമ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബ്ദുല്ലാ, അബ്ദുല്ലാ എന്താ നീ ചെയ്യുന്നത്? റസൂലേ നഹ്നു നുസ്ലിഹു ബിയുതനാ, റസൂലേ ഞങ്ങളുടെ വീട് ഞങ്ങൾ നന്നാക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ അംറു അഅജല മിൻ ദാലിക, അബ്ദുല്ലാ ഇതിനേക്കാൾ വേഗതയിൽ നിന്നിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട്, അത് മരണമാണ്. നോക്കൂ, നിങ്ങൾ വീടെന്ന സ്വപ്നത്തെ പടുത്തുയർത്തുമ്പോൾ ആ ആഗ്രഹങ്ങൾ നിലച്ചു പോകുമെന്നും ആ ആഗ്രഹങ്ങളൊന്നും നടപ്പിലാവുകയില്ല എന്നും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ആലോചിച്ചു, നമ്മളിങ്ങനെ ആഗ്രഹങ്ങളുടെ പിറകിൽ ഇങ്ങനെ ഓടുമ്പോഴേക്കും നമ്മൾ തീരും. പിന്നെ അതിനപ്പുറത്ത് ഉണ്ടാവുന്നത് ഒരിക്കലും നടക്കാത്ത ചില ആഗ്രഹങ്ങൾ. വിശുദ്ധ ഖുർആൻ 15ഓളം കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. എന്റെ പരിശോധനയിൽ ഞാൻ കണ്ടിട്ട് അതിനപ്പുറത്തുണ്ടാകും. അല്ലാഹു മരണത്തിനപ്പുറത്ത് ചില ആഗ്രഹങ്ങളുണ്ട്. എന്തിനാ അത് ഖുർആൻ എടുത്തു പറയുന്നത്? അത് ഇന്ന് നടപ്പിലാക്കാനാണ്. മരിക്കുന്നതിനപ്പുറത്ത്, മരിച്ച ശേഷം നമ്മൾ ആ ആഗ്രഹങ്ങൾ കൊതിച്ചിട്ടൊരു കാര്യവുമില്ല, നടപ്പിലാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു ആ ആഗ്രഹങ്ങൾ ഇന്നെടുത്ത് പറഞ്ഞത്? അതിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന് ചിന്തിക്കണം എന്നുള്ളതുകൊണ്ടാണ്. സഹോദരങ്ങളിൽ, മരണം നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് കടന്നുവരും. ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. പെട്ടെന്ന് സാഹചര്യങ്ങൾ മാറുന്നു. നമ്മുടെ ഈ രാജ്യങ്ങളുടെയും ഈ നാടിന്റെയും ഒക്കെ സമാധാനത്തെ തട്ടിക്കെടുത്തുന്ന രീതിയിലുള്ള അന്തരീക്ഷം പുറപ്പെടുന്നു. രാത്രി കിടന്നുറങ്ങുന്ന ആളുകൾക്ക് സമാധാനമില്ല, നാളെ എന്താവും എന്നാലോചിക്കുകയാണ്. വയനാട് ദുരന്തം നമ്മൾ വായിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ദുരന്തത്തെ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു മീഡിയ അവിടുത്തെ അവസ്ഥകൾ എടുത്തൊരു വീഡിയോ എടുത്തിരുന്നു. ആ റൂമുകളും ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പോയി ഒരു വീഡിയോ എടുത്തിരുന്നു. അപ്പൊ അതിനുള്ളിൽ നല്ല പുതിയണ്ണിന്റെ നല്ല വസ്ത്രങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞ് ആ രാത്രിയിലാണ് ആ ഒഴുക്കിൽ അവർ മരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിച്ചു. ആ മണിയറക്കുള്ളിലേക്ക് ആ പുതുമണവാട്ടി കയറി ചെല്ലുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് രാത്രിയിൽ തീരാവുന്ന ഒരു ദാമ്പത്യമാണ് ഇത് എന്ന്? ഒരിക്കലും. എന്റെ നാട്ടില് ഒരു സുഹൃത്ത് കുറെ വർഷങ്ങളായി പ്രവാസിയായി അദ്ദേഹം നാട്ടിലെത്തി. അപ്പോ മക്കളുമൊക്കെയായി ഞാൻ അസറസ്കറ്റ് അങ്ങനെ പോകുമ്പോ അവിടെ നല്ല സന്തോഷത്തിലാണ്. അവരിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് നിലക്കടലിൽ കഴിക്കാം. കുട്ടികളുണ്ട്, മുമ്പിലിങ്ങനെ ചിരിക്കുന്നുണ്ട്. തിരിച്ച് അസറസ്കാരം കഴിഞ്ഞ് വരുമ്പോ വീട്ടിൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ അന്വേഷിച്ചപ്പോ മുമ്പിൽ മരിച്ചിട്ടുണ്ട്. കടൽ തിന്നുന്നതിനിടയിൽ ചിരിച്ചപ്പോ എന്തോ ഒന്ന് ലെൻസിനുള്ളിൽ പോയി, മരണപ്പെട്ടു. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നമ്മളെയൊക്കെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇന്നകും ഫീ മദദിൽ ലൈലി വൻ നഹാർ ഫീ ആജാലിൻ മൻഖൂസത്തിൻ വഅമാലിൻ മഹ്ഫൂള വൽ മൗതു യഅതി ബഗ്ത. എവിടെ ഇരുന്നാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറയുന്ന, എവിടെയെങ്കിലും ഒക്കെ മുമ്പിൽ ഇരുന്നാൽ ഈ വാക്ക് പറയും. ഇന്നകും ഫീ മദദിൽ ലൈലി വൻ നഹാർ, ഈ രാവും പകലുകളും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഫീ ആജാലിൻ മൻഖൂസ, ചുരുങ്ങിയ അള്ളാഹു നിശ്ചയിച്ച ഒരു അവധിയിലേക്കാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമലുകളൊക്കെ സേവ്ഡ് ആണ്, ഡിലീറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത, ഫോർമാറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത, ഒരിക്കലും നീക്കം ചെയ്യാൻ പറ്റാത്ത അമലുകളാണ്. അള്ളാഹു നിങ്ങളുടെ അമലുകളെ കൃത്യമായി കൃത്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ അമലുകളൊന്നും നഷ്ടാവില്ല, എല്ലാം അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. മരണം അപ്രതീക്ഷിതമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരും. ആരെങ്കിലും നന്മകൾ ഈ ലോകത്ത് കൃഷി ചെയ്താൽ അവന് പരലോകത്ത് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. എന്നാൽ ആരെങ്കിലും തിന്മകളാണ് ഈ ലോകത്ത് ചെയ്തത് എങ്കിൽ
പരലോകത്ത് ഖേദിക്കാനും കരയാനും വാവിട്ട് നിലവിളിക്കാനും എല്ലാം ഒരു അവസരവും ഉണ്ടാവുകയില്ല. ആരാണോ നന്മ ചെയ്യുന്നത് അത് അള്ള തരുന്ന തൗഫീഖാണ്, നമ്മുടെ ഒരു കഴിവൊന്നുമില്ല. അള്ളാഹു ആഴ്ച അള്ളാഹു തന്നതാണ്. ഷർറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അള്ളാഹുവാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അൽ മുത്തഖൂന സാദ, തഖ്വയുള്ളവരാണ് നേതാക്കന്മാർ. വൽ ഫുഖഹാഉ ഖാദ, അറിവുള്ളവരാണ് നേതൃത്വം നൽകേണ്ടവർ. വമുജാലസതുഹും സിയാദ, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈമാനിന്റെ വർദ്ധനവ് നമുക്കുണ്ടാകുമെന്നാണ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എവിടെ ഇരുന്നാലും ഇത് ഓർമ്മപ്പെടുത്താറുണ്ട് എന്നാണ്. കാരണം എപ്പോഴും നമുക്കുണ്ടാവേണ്ട ഒന്ന് നമ്മുടെ അന്ത്യത്തെ കുറിച്ചാണ്, മരണത്തെ കുറിച്ചാണ്. എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് പഴയലക്കിടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സുഹൃത്ത് ഒരു കബർ കുത്തുന്നതാണ്. രാത്രി ഒരാൾ മരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി സുബഹിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം കബർ കുത്തി. കബറ് പണി കഴിഞ്ഞ് അദ്ദേഹം ഒരു 10-11 മണിയാവുന്നതിനിടയിൽ വീട്ടിലേക്ക് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന്റെ വസ്ത്രം ആങ്കറിൽ ഇങ്ങനെ തൂക്കിയിടുന്നതിനിടയിൽ കുഴഞ്ഞുകൊണ്ട് മരിച്ചു. അയാൾ കുത്തിയ കബറിൽ അയാളെ നാട്ടുകാരി മണം. നമ്മളൊന്ന് ആലോചിച്ചു. അയാളത് കുത്തുമ്പോ, രാവിലെ തുടങ്ങി കുത്തുമ്പോ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് എന്റെ ജനാസ ഇവിടെ മറമാടാനുള്ളതാണ്? അതാ ജീവിതം. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഓർക്കുന്നവനാണ്. കൂടുതൽ, കുറച്ചല്ല. ധാരാളമായി മരണത്തെ ഓർക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാർ. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ വെറുതെ നഷ്ടപ്പെടുത്തും. നല്ല ഒരു അച്ചടക്കത്തിൽ, കൃത്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഖുതുബ ഇബ്നു അസ്സാഖിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ താരീഖിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ഖുതുബ വളരെ ഷോർട്ടാണ്, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ കൊത്തിവലിക്കുന്ന രീതിയിലുള്ള ഒരു ഖുതുബയാണ്. പിന്നീട് അദ്ദേഹം മിമ്പറിൽ കയറിയിട്ടില്ല. അദ്ദേഹം രോഗിയായി മരണപ്പെട്ടു. ആ ഖുതുബയുടെ ഒരു ചുരുക്കം പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നകും ലം തുഖ്ലഖു അബദ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മളെ കുറിച്ച് ആലോചിച്ചു നോക്കി. നമ്മൾ എവിടെ വന്നത്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടാൻ പറ്റാത്ത ഒരു വസ്തുവിൽ നിന്ന് നമ്മൾ ആരാന്നറിയാത്തൊരു കാലം വരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. ഒരു നുതുഫത്തിൽ നിന്ന് തുടങ്ങി മുതുകത്തിലെത്തി, ഇളാമിലെത്തി, ലഹ്മ കൊണ്ട് മൂടി, ബീജവും ബീജത്തിനപ്പുറത്ത് ഭ്രൂണവും ഭ്രൂണത്തിനപ്പുറത്ത് മാംസകഷ്ണമാക്കി, അസ്ഥി കൊണ്ട് ആവരണം ചെയ്ത് വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞ് പ്രത്യേകമായ ഒരു സൃഷ്ടിയായി നിങ്ങൾ ഈ ലോകത്തേക്ക് തിറച്ചുവിട്ടത് വെറുതെയല്ല. അപ്പൊ ഹസിബത്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസ, വെറുതെ പടക്കപ്പെട്ടവരാണ്? അല്ല, നിങ്ങൾക്കൊക്കെ ലക്ഷ്യമുണ്ട്. കോടിക്കണക്കിന് ബീജങ്ങൾ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ് അള്ള സെലക്ട് ചെയ്തത്, നമ്മളെ. ഒരൊറ്റെണ്ണം. അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സെലക്ട് ചെയ്ത ഒന്നാണ്. കോടിക്കണക്കിന് ആളുകളിൽ അള്ള സെലക്ട് ചെയ്ത ഒരാളാണ് നമ്മൾ. എന്തുകൊണ്ട്? അത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ടില്ല എങ്കിൽ വലം തുറക്കൂ സുധ, നമ്മൾ വിചാരിക്കണം നമ്മൾ അന്ന് വെറുതെ വിടും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയാണ്, വലം തുറക്കൂ സുധ, ഒരിക്കലും നിങ്ങളെ വക്കു വെറുതെ വിടില്ല. അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യ നീ വിചാരിച്ചു പോകുന്നുണ്ടോ അയ്യുത്തറക്ക സുധ, നിന്നെ വെറുതെ വിട്ടേക്കുമെന്ന്? ഒരിക്കലും അള്ള വെറുതെ വിടില്ല. ഇക്കാണുന്ന സംവിധാനങ്ങളൊക്കെ തന്ന് ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ച്, വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം കഴിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന നമുക്ക് റഹ്മാനായ റബ്ബ് ഈ ആയുസ് തന്നത് വെറുതെയല്ല. അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ വെറുതെ വിടുകയും. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു, തീർച്ചയായും നിങ്ങൾക്കൊരു മടക്കമുണ്ട്. നിങ്ങൾക്കൊരു മടക്കമുണ്ട്. സഹോദര, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നമുക്കൊക്കെ അറിയാം. അവസാനത്തെ ആയത്ത്
വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ, അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിച്ചോളൂ. നിങ്ങൾ എങ്ങനെയും ജീവിക്കാം, പക്ഷെ മടക്കം അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ ഉറക്കത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചാലും റബ്ബേ ഞാൻ തിരിച്ചു വരാറുള്ളത് നിന്റെ അടുത്തേക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയാണ്, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. ഭൗതികതയുടെ താല്പര്യത്തിന്റെ പിറകിൽ പോയി ജീവിതത്തെ വേണമെങ്കിൽ അങ്ങനെ നിനക്ക് ആനന്ദത്തിൽ കഴിച്ചു കൂട്ടാം, പക്ഷേ മരിച്ചു പോകും. എങ്ങനെ വേണമെങ്കിലും ജീവിക്കണം. അള്ളാഹുവിനെ വില കൊടുക്കാതെ, റബ്ബിന്റെ കൽപ്പനകൾക്ക് വില കൽപ്പിക്കാതെ നമുക്ക് ജീവിക്കാം. പക്ഷേ ഒരു നാൾ റഹ്മാനായ റബ്ബിലേക്ക് മടക്കം നമുക്കുണ്ടാകും. അതാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, വഇന്ന ലകും മആദൻ യൻസിലുല്ലാഹു ഫീഹി ലിൽഹുക്മി ഫീകും ബൽ ഫസ്ല ബൈനകും. അല്ലാഹു ആ ദിവസത്തിൽ നിങ്ങളിലേക്ക് ഇറങ്ങി വരും, നിങ്ങളെ വിധി തീർപ്പാക്കും. ആരാണ് സ്വർഗ്ഗക്കാർ, ആരാണ് നരകക്കാർ. എന്നിട്ട് അവിടെ നിന്ന് പറയാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയാൽ അവരാണ് ഏറ്റവും വലിയ പരാജിതർ. ആകാശഭൂമികളെക്കാൾ വിശാലമായി കിടക്കുന്ന സ്വർഗം നമുക്ക് കിട്ടാതെ പോയാൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യം കെട്ട മനുഷ്യന്മാർ. നമ്മൾ ആലോചിച്ചു നോക്കി. നമ്മൾ സാധാരണ പറയാറുണ്ട് യൂസുഫ് അലി സാഹിബിനെ കുറിച്ചൊക്കെ, പല സമ്പാദത്തെ കുറിച്ച്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു 10 കിലോമീറ്റർ ഇങ്ങനെ ഓടിയുന്ന ഇടയ്ക്ക് ഒരു 3 കിലോമീറ്റർ പറമ്പുകളുണ്ട്, അവിടെ തോട്ടമുണ്ട്, അതേപോലെ തന്നെ ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ ആരുടെ ഇന്ന മനുഷ്യന്റെ ഇന്ന ചങ്ങായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പറയും, പടച്ചോനെ എത്ര പൈസക്കാരൻ. കിലോമീറ്റർ കണക്കിനുള്ള ഈ സ്ഥലവും ഈ കെട്ടിടവും ഈ വാടകയ്ക്ക് എത്ര കിട്ടുണ്ടാവും എന്നുള്ളവരാണ്. എന്നാൽ അള്ളാഹു റസൂൽ പറയാണ്, ഈ ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം ഒരുവന്റെ ആധാരത്തിൽ എഴുതുന്നതിനേക്കാൾ നല്ലത് സ്വർഗത്തിൽ ഒരു കാല് വെക്കാൻ സ്ഥലം കിട്ടലാണ്. മൂന്നോളം ഉദ്ധരണികൾ, മൂന്നോളം റിവായത്തുകൾ വായിക്കാൻ കഴിയും. ഒരു ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലം, ഒരു കാല് വെക്കാനുള്ള ഒരു സ്ഥലം, ഒരു അമ്പുകളെ തിരിച്ചു വെച്ച അതിനിടയിലുള്ള ഒരു സ്പേസ് എത്രയാണോ അത്ര സ്ഥലം നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടലാണ് ഈ ഭൂമിയും ഭൂമിയിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഭയങ്കരമാണ്. അത്ര സ്ഥലം അവിടെ ഇല്ലേ? ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗം. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് സ്വർഗം. അതുകൊണ്ടാണ് പണ്ഡിതൻ പറഞ്ഞത്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിൽ ഓ മനുഷ്യ, നിനക്ക് റബ്ബ് ഒരു കാല് വെക്കാൻ സ്ഥലം തന്നിട്ടില്ലെങ്കിൽ നിന്നെക്കാൾ വലിയ മോശക്കാരനായുള്ളത്. നമ്മളൊന്ന് ആലോചിക്കുക, അത് വെക്കാൻ പറ്റും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആകാശഭൂമികളെക്കാൾ വിശാലമായ ഒരു സ്ഥലത്ത് ഒരു കാല് വെക്കാനുള്ള സ്ഥലം നമുക്ക് റബ്ബ് തന്നിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ മോശം ആരാണ്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ആരാണോ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ടത് അവനാണ് ഏറ്റവും വലിയ ഭാഗ്യപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് തുടർന്ന് പറയാൻ, അലം തഅലമു, അല്ല നിങ്ങൾക്കറിയില്ലേ, അന്നഹു ലാ യഅ്മനു ഗദൻ ഇല്ലാ മൻ ഹദ്ദറ അൽ-യൗമ വൽ ആഖിറ യൗമൽ ആഖിറ വഖാഖ. ഈ നാളെ പരലോകത്ത് വളരെ കൂളായി ഒരു പേടിയില്ലാണ്ട് നിൽക്കാൻ പറ്റും. ആർക്ക്? ഇവിടെ പേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, പരലോകത്ത് ഭയം എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിയിലേക്ക് ഹൃദയം കയറി വരുന്ന പേടിച്ചിട്ട്, നീലവർണ്ണമുള്ളവരായിരിക്കും, പേടിച്ചിട്ട് നിറം മാറും മനുഷ്യന്റെ, കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങും, പേടിച്ചിട്ട് ഇങ്ങനെ കുരുട്ടി നിൽക്കുന്ന ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാകുന്ന അവസ്ഥ കണ്ടോ. പക്ഷെ അവിടെ വളരെ കൂളായി ഒരു പേടിയില്ലാതെ നിർഭയനായി നിൽക്കാൻ പറ്റുന്നവനാരാ? ഇവിടെ അള്ളാഹുവിനെ പേടിച്ചവൻ. ഒരടിമക്ക് അള്ളാഹു ഒരിക്കലും രണ്ട് നിർഭയത്വവും രണ്ട് ഭയവും ഒരുമിച്ച് കൊണ്ടില്ല. ഇവിടെ പേടിക്കാത്തവൻ അവിടെ എന്തായാലും പേടിക്കണം, ഇവിടെ പേടിച്ചവൻ അവിടെ പേടിക്കേണ്ടതില്ല. ഇവിടെയും പേടി അവിടെയും പേടി ഒരിക്കലും ഉണ്ടാവില്ല. ദുനിയാവിൽ റബ്ബിനെ പേടിച്ചവൻക്ക് പരലോകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്നു.
അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അലാ തറൗന, നിങ്ങൾക്കറിയില്ലേ, അന്നക്കും ഫി അസ്ലാബിൽ ഹാലിക്കും, നിങ്ങളും നാളെ മരിക്കാനുള്ളവരാണ്. ജ്യേഷ്ഠൻ മരിച്ചുപോയി അല്ലെ, അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സുഹൃത്തുണ്ടായിരുന്നു, ഓൻ മരിച്ചുപോയി. ഞാനും ആ വണ്ടി കയറാനുള്ള ആളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. വസയകൂനു മിൻ ബഅദികും ലിൽ ബാഖീൻ, നിങ്ങളുടെ ശേഷക്കാർക്ക് നിങ്ങളൊക്കെ വിട്ടുകൊടുക്കും. നിങ്ങളുടെ കയ്യിൽ പിടിച്ച എല്ലാം നിങ്ങളെ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ ബാക്കിയാക്കി അവശേഷിച്ച് നിങ്ങൾ യാത്രയാണ്. സുമ്മ ഇന്നകും ഫീ കുല്ലി യൗമിൻ തുശയ്യിഊന ഗാദിയൻ വറായിൻ ഇലല്ലാഹ്, എല്ലാ ദിവസവും രാവും പകലുമായി വൈകുന്നേരവും രാവിലെയുമായി നിങ്ങൾ ഒരുപാട് മയ്യത്തുകൾ ഇവിടെയുള്ള പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലേ. ലാ യർജിഉ, അവൻ ഇനി ഒരിക്കലും മടക്കപ്പെടുകയില്ല. അവന്റെ എല്ലാ ആയുസ്സും തീർന്നുപോയി. حتى تغيبوه في صدع من الأمر في بدن صدع غير مفسد ولا ممهد. മഹാനായ പറയാണ്, മണ്ണിങ്ങനെ കുഴിച്ചൊരു കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറമാടുക, ഒരു തലയണ പോലും വെച്ചു കൊടുക്കാൻ നിങ്ങൾ അവർക്ക് പോകുന്നില്ല. ആർക്ക്? നമ്മളെ മോങ്ങനെ അല്ലെ, കൊലായി കടന്നുറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോ അവനെടുത്തിട്ട് പടച്ചോണിന്റെ കുട്ടി എന്തായി നനച്ചെടുക്കുന്നു നമുക്ക് കൊണ്ടുപോയിട്ട് വെട്ടിക്കിടത്തും. എന്നാൽ അതേ ഉമ്മ, അതേ ഉപ്പ മരിച്ച മോന്റെ മയ്യത്ത് കപ്പന്തൊടിയിലാക്കി കൊണ്ടുപോയി വെച്ചത് എവിടെ? ആ മണ്ണിലാണ്, പച്ച മണ്ണിൽ. നമ്മളൊക്കെ അങ്ങനെ കൊണ്ടുപോയി വെക്കും. അതാണ് അവിടെ വിരിപ്പില്ല, അവിടെ തലയണയില്ല. പച്ച മണ്ണിനെ തലയണയാക്കി കൂരിരുപ്പുള്ള കബറിനുള്ളിൽ നിങ്ങളൊക്കെ കടക്കേണ്ടി വരുമെന്നുള്ള ബോധം നിങ്ങൾക്കില്ലേ? പ്രിയപ്പെട്ടവരെ എല്ലാം വേർപിരിഞ്ഞു. മണ്ണും വിചാരണയുമാണ് ഇനി അവൻ കാത്തിരിക്കുന്നത്. അവന്റെ കർമ്മങ്ങൾ കൊണ്ട് അവൻ പണയം വെക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ അവസാനത്തെ വാക്കുണ്ടല്ലോ, അത് ഒന്നുകൂടെ എന്റെ ജീവിതത്തിൽ എന്നെ ഒന്ന് ചിന്തിപ്പിച്ചൊരു വാക്കാണ്. ഞാൻ പല എന്റെ ക്ലാസ്സുകളിലും ആ ഒരു വാചകത്തെ മാത്രം ഉദ്ധരിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. വിട്ടുപോയ ലോകത്ത് ധനികരാണ്. വിട്ടുപോയ ലോകത്ത് വിട പറഞ്ഞ ലോകത്ത് ധനികരാണ്. കയ്യിലുള്ള വാച്ചും കാലിലുള്ള ഷൂവും വസ്ത്രവും അതുപോലെ തന്നെ തന്റെ കയ്യിൽ പിടിച്ച മൊബൈലും കാറും തുടങ്ങി എല്ലാം ബ്രാൻഡഡാണ്, വിലപിടിപ്പുള്ളതാണ്. പക്ഷെ അതൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ വിട്ടുപോകും. നാളെ പരലോകത്തേക്കുള്ളത് എന്താണെന്ന്, അവിടേക്കുള്ള അമലുകൾ കയ്യിലുണ്ടോ? അവിടേക്കുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ കൂടെയുണ്ടോ? അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു കർച്ചീഫ് എടുത്ത് മുഖത്തേക്ക് ഇങ്ങനെ ചേർത്തു പിടിച്ച് മിമ്പറിൽ ഒരുപാട് സമയം പൊട്ടിക്കരഞ്ഞു എന്നാണ്. ധാരാളം സമയം കരഞ്ഞിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഫത്തഖുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ വിധി വന്നെത്തുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ തീരുമാനം ഇന്നാണ് നമ്മുടെ മരണം എന്ന വിധി വരുന്നതിന് മുമ്പ്, റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നായി വിലയിരുത്തണം. നമ്മുടെ ജീവിതത്തിനപ്പുറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്തെന്നറിയണം. അത് എന്ത് നേടിയെടുക്കണം? ജീവിതത്തിന്റെ അപ്പുറത്ത് ഒരു മനുഷ്യന്റെ ആദ്യത്തെ ആഗ്രഹം എന്താണെന്നറിയാം? ജീവിക്കാനാണ്. മരിക്കുന്ന സമയത്ത് ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിക്കാനാണ്. അതുകൊണ്ടാണ് ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മണിക്കൂറെങ്കിലും, ഒരു നിമിഷമെങ്കിലും പടച്ചവന്റെ ദുനിയാവിലേക്ക് ഞങ്ങൾ മടക്കി തരുമോ എന്നതാണ്. ഖബറിൽ കിടക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. ഒരു വിദ്യാർത്ഥി ഉസ്താദിന്റെ അടുത്ത് പോയി ഒരു ഉപദേശം ചോദിച്ചു, ഒരു ഉത്ബോധനം. അപ്പൊ ഉസ്താദ് ആ കുട്ടിന്റെ കൈ പിടിച്ച് നേരെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ മരണപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ എന്തായിരിക്കും ആഗ്രഹം? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഉസ്താദേ, അവരൊക്കെ ജീവിതത്തെ കൊതിക്കുന്നുണ്ടോ? ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ തിരിച്ചെടുക്കണം, കുറെ നന്മകൾ തിരിച്ചു പ്രവർത്തിക്കണം, അതിനുള്ള ആഗ്രഹത്തിലായിരിക്കും അവരൊക്കെ. അപ്പോ ഉസ്താദ് പറഞ്ഞു, എനിക്ക് തരാനുള്ള ഉപദേശം ഇല്ല. നമ്മളിപ്പോ ഹയാത്തിലാണ്. നീ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ ആഗ്രഹത്തിലാണെന്ന്.
നമ്മളൊക്കെ ഈ പള്ളിക്കാടുകളിൽ മറമാടി കിടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ആഗ്രഹങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴത് മനസ്സിലാക്കുന്നത്? മലക്കുൽ മൗത്ത് മുമ്പിൽ വരുമ്പോൾ അള്ളാഹുവേ എന്നെ ഒന്ന് മടക്കി തരുമോ? എന്തിനാ മടക്കും? ഇതുവരെ ജീവിച്ചത് എന്തിനാണോ അത് മാറ്റിവെച്ച് ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാനാണ് മടക്കം. പക്ഷെ നമുക്കറിയില്ല നമ്മൾ എന്തിനാ ജീവിക്കുന്നത്. ഇതിലിരിക്കുന്ന ഒരാൾക്കും അറിയാത്തില്ലല്ലോ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മനുഷ്യ, നിനക്ക് ജീവിതവും മരണമൊക്കെ ഞാൻ സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. ഏറ്റവും നന്നായി കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, നന്മകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലദീ ഫീഹാ മഅാശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലദീ ഇലൈഹാ മആദി വജ്അലിൽ ഹയാത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ. എന്താ പറഞ്ഞാൽ നമുക്കറിയാം. എന്താ പറഞ്ഞത്? വജ്അലിൽ ഹയാത, അല്ലാഹുവേ എന്റെ ജീവിതം എനിക്ക് ആക്കിത്തരണം. സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മകളും കൂടുതലായി ചെയ്യാം. ഒരു നിമിഷം റബ്ബേ എനിക്ക് ജീവിക്കാൻ അവസരം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതൊരു നന്മ ചെയ്യാനുള്ള അവസരമായിരിക്കണം. സഹോദരങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ചെടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുത്തിവെക്കുന്ന. നിങ്ങൾ കുത്തി എന്താ അങ്ങനെ പറഞ്ഞു? നമ്മളിപ്പം ഈ പ്രവാസ ലോകമൊക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ ഇവിടുത്തെ വീടൊക്കെ വിറ്റു ഒരാഴ്ച കഴിഞ്ഞ് ഇവിടുന്ന് പോവാണ്. അങ്ങനെ ഒന്ന് സങ്കല്പിക്കും. അപ്പോ നമ്മുടെ കുട്ടിയുണ്ട് ഒരു റോസ് പൂ ഒക്കെ വാങ്ങിയിട്ട് പോലും നമ്മളെ വീടിന്റെ മരത്ത് കൊണ്ടെങ്കിലും കുടിച്ചിടും. നമ്മൾ എന്താ പറയാ, ഒരാഴ്ച കഴിഞ്ഞ് ഇവിടുന്ന് പോവാനുള്ള. അപ്പോഴാണ് ഈ ഒരു ചെടി കുത്തിയിട്ട് എന്ത് കാര്യമുണ്ട് അത് ഉണ്ടാകുമ്പോൾ നമ്മളും ഇവിടെ ഉണ്ടാകുന്ന കാര്യമില്ല. ഇത്ര കാലം കുത്തിയിടാൻ തോന്നിയില്ല എന്നാണ് പറയാം. എന്ന സുഹൃത്തെ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഒരു ചെടി കുത്തിയിട്ടിട്ട് ആർക്കും ഉപകരിക്കാനാണ്? എന്തിനാണ് റസൂൽ പറഞ്ഞത്? അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ അവസരം ആ സമയത്താണ് കിട്ടുന്നതെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ചെയ്യും. ഖിയാമത്ത് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒരല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ നന്മയുടെ ഭാണ്ഡത്തിൽ കനം കൂടുകയാണ് വേണ്ടത്. കനം കുറയുകയല്ല, കനം കൂടുകയാണ് വേണ്ടത്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ചരിത്രം വിശാലമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു രണ്ട് സ്വഹാബിയുടെ ചരിത്രം റമദാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരാൾക്ക് റമദാൻ അധികം കിട്ടിയപ്പോ സ്വർഗത്തിൽ ആകാശഭൂമിയോളം വ്യത്യാസമായി. എന്തേ? അതാണ് അവരുടെ ജീവിതം. ഒരു നിമിഷം ജീവിതത്തിൽ അധികം കിട്ടിയാൽ അവർ പാഴാക്കിയിട്ടില്ല. സഹോദരങ്ങളെ, അമൽ ചെയ്യാനാണ് നമ്മൾ ജീവിക്കുന്നത്. മദീനയുടെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി എന്നും മസ്ജിദുൻ നബവിയിൽ വരും. ഒരു ജമാഅത്തും നഷ്ടപ്പെടാറില്ല. ആ പള്ളിയിൽ വന്ന് അദ്ദേഹം ക്ഷീണിതനായി തളർന്നിങ്ങനെ ഇരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ പാടെ കൂടിയിട്ട്, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അവരൊക്കെ പാടെ കൂടിയിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾക്കൊരു കഴുതനെ വാങ്ങിക്കൂടെ? അത്ര ലോകം നിങ്ങൾ നടന്നു വരുമ്പോൾ പ്രയാസമല്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടമല്ല, എന്നാ നിങ്ങൾക്ക് ഞങ്ങൾ നബിന്റെ വീടിന്റെ അടുത്ത് വീട് വെച്ചതാണ്. അപ്പോഴും മുമ്പിൽ എനിക്ക് പറഞ്ഞ. അപ്പൊ ഇവർക്കൊക്കെ ഡൗട്ടായി, പടച്ചോനെ ചെന്നായി മുന്നാത്തിരിക്കും. കാരണം റസൂലിന്റെ വീട്ടിന്റെ അടുത്തൊരു വീട് വേണ്ടെന്ന് പറയും. അപ്പൊ ഇവർക്കൊക്കെ ഡൗട്ടായി. ഉടനെ ഉബൈ ഇബ്നു കഅബ് റസൂലിന്റെ അടുത്ത് പോയി പറഞ്ഞു, റസൂലെ, നമ്മളെ പള്ളിയിൽ മുന്നാത്തിക്ക് വരുന്ന സംശയമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പരൻ അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ വിളിച്ചു ചോദിച്ചു, അല്ല നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ ആ മനുഷ്യൻ പറയുന്ന, സുഹാബി പറയാണ്, റസൂലെ, എനിക്ക് എന്റെ റസൂലിന്റെ വീട്ടിനടുത്ത് ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞില്ല, അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. പക്ഷേ ഞാൻ മദീനയുടെ അങ്ങേ അറ്റത്തുനിന്ന് നടന്നു വരുമ്പോ എന്റെ ഒരു കാലിന് അള്ളാഹു എന്റെ ദറജ വർദ്ധിപ്പിക്കുന്നു, ഒരു കാലിന് അള്ളാഹു എന്റെ പാപം പുറത്തു വരുന്നു. അത്ര ലോകം നടക്കുമ്പോൾ എനിക്ക് കൂലി കൂടുന്നുണ്ടല്ലോ റസൂലേ. നമ്മൾ എത്ര ബാക്കിലാണ്, നമ്മൾ എത്ര പിറകിലാണ് സ്വഹാബത്തിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കേണ്ടത് നന്മകൾ ചെയ്യാനാണ്. നന്മകളുടെ മുമ്പിൽ റഹ്മാനായ റബ്ബ് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഭൗതികമായ നിങ്ങളുടെ ചർച്ചകളും തിരക്കുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്.
സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും കുടുംബവും ഒക്കെ അള്ളാഹെ തൊട്ട് നിങ്ങൾ ശ്രദ്ധ തെറ്റിക്കും. എങ്ങനെ? നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബം, ഫാമിലി അങ്ങനൊന്നും പറഞ്ഞിട്ട് പടച്ചോറ് കൊടുക്കാനുള്ളത് മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ നാളെ പരലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടി വരും. സ്വർഗക്കാരെ കുറിച്ച് അള്ള പറഞ്ഞെന്താണ്? പറയാം, സ്വർഗക്കാരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പുരുഷന്മാരാണ്. എന്തേ അവരുടെ പ്രത്യേകത? അവരുടെ കച്ചവടവും കുടുംബവും അള്ളാഹുവിനെ ഓർക്കുന്നതിന് തൊട്ടും സകാത്ത് കൊടുക്കുന്നതിന് തൊട്ടും അതേപോലെ തന്നെ ഇഖാമത്ത് സ്വലാത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് തൊട്ടും തടസ്സമില്ല. കുടുംബത്തിന്റെ പേര് പറഞ്ഞ് പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹുവിന് കൊടുക്കാനുള്ള ഇബാദത്ത് മാറ്റിവെക്കാൻ പറ്റൂല. മാറ്റിവെച്ചോ നാളെ പരലോകത്ത് നമ്മൾ കഴിയേണ്ടി വരും. കാരണം പരലോകത്ത് ഒരിക്കലും അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് മരിക്കാൻ നേരത്ത് ജീവിക്കാൻ ആവശ്യപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടമായി. ഒരിക്കലും അള്ളാഹു തരില്ല, ഒരിക്കലും റബ്ബ് തിരിച്ചു മടക്കുകയില്ല. രണ്ടാമത്തെ ഒരു ആഗ്രഹം നമ്മളെ മയ്യത്ത് കെട്ടിൽ വെക്കുമ്പോഴാണ്. മലക്കുൽ മൗത്ത് വന്നപ്പോ ഒരു ആഗ്രഹം, പഠിച്ചോനെ ജീവിക്കാൻ അവസരത്തിൽ. ഇനി രണ്ടാമത്തതും മയ്യത്ത് കെട്ടിൽ വെക്കുമ്പോൾ യേശുദാസൻ പറയാണ്, ഒരു മനുഷ്യൻ അവൻ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ പുരുഷന്മാർ അവരുടെ ചുമലുകളിലേക്ക് ആ മയ്യത്തിന് എടുത്തു വെച്ചു. അപ്പൊ സ്വാലിഹാണെങ്കിൽ അവൻ പറയും, കത്തിമൂനി കത്തിമൂനി, വേഗം കൊണ്ടുപോകും. കാരണം ഞാൻ കണ്ടതേ വെള്ള വസ്ത്രധാരിയായി വന്ന മലക്കിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കപുമ്പുടവയാണ്, സുഗന്ധങ്ങളാണ്. അൽഹംദുലില്ലാ, അവരുടെ കൂടെ പോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൽ എന്നെ വെക്കല്ലേ, ബർസഖിന്റെ ജീവിതത്തിൽ എന്നെ കാത്തിരിക്കുന്നത് സുന്ദരമായ അനുഭൂതികളാണ്. അതുകൊണ്ട് കത്തിമോനി കത്തിമോനി, എന്നെ വേഗം കൊണ്ടുപോകണേ, എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന റസൂൽ പറയുന്നു. ആ മനുഷ്യനെങ്ങാനും സ്വാലിഹല്ലാത്ത ആളാണെങ്കിൽ, നല്ലവനല്ലെങ്കിൽ പറയും, യാ വൈലഹ അയ്ന തദ്ഹബൂന ബി, എന്റെ നാശമേ നിങ്ങൾ എവിടേക്ക് എന്നെ കൊണ്ടുവന്നാണ്. കാരണം ഞാൻ കണ്ടത് കറുത്തിയുണ്ട വസ്ത്രധാരികളായ മലക്കുകൾ എന്റെ മുഖത്തും മുതുകത്തും ഒക്കെ അടിച്ചിട്ടാണ് എന്റെ റൂഹിനെ പുറത്തു കിട്ടുന്നത്. നരകത്തെ കഫംപുടവ, അതിന്റെ ചൊറിച്ചിൽ, അതിന്റെ ഭീകരമായ ദുർഗന്ധം, അതൊക്കെ അനുഭവിക്കാൻ. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകല്ലേ, എവിടേക്കാ എന്നെ കൊണ്ടുപോകുന്നതാണ്. സഹോദരങ്ങൾ, അല്ലാഹു കാക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൊണ്ടുപോകും. നബി പറഞ്ഞിട്ട് വേഗം കൊണ്ടുപോയിന്നാണ്. മയ്യത്ത് വേഗം കൊണ്ടുവന്ന് പറഞ്ഞത്. നല്ലോനാണെങ്കിൽ അവന്റെ സുഖം ആസ്വദിച്ചോട്ടെ, ചീത്തോനാണെങ്കിൽ എന്തിനായും കയറിക്കുന്നത് കൊണ്ട് അവിടെ വെച്ചുകൂടിന്നാ പറഞ്ഞു. സഹോദരങ്ങൾ, അതുകൊണ്ട് സ്വാധീനമാണ് നമുക്ക് പറയാൻ പറ്റും. റബ്ബി ഹബ്ലീന സ്വാലിഹീൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി. എന്നാൽ ആ സ്വാലിഹായി നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി, പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഖിദ്ർ അലൈഹി സ്വലാമിന്റെ അടുത്തെത്തിച്ച് അവിടുന്ന് അവർ തുടങ്ങിയ യാത്രക്കിടയിൽ ഒരു കുട്ടിയുടെ, രണ്ട് കുട്ടികളുടെ സമ്പത്തിനെ സൂക്ഷിച്ചു വെക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് കഹ്ഫിൽ. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താ? അവരുടെ ഉപ്പ സ്വാലിഹാണ്, ഉപ്പ നല്ലോനാണ്. അതുകൊണ്ട് ആ കുട്ടികളുടെ സമ്പത്ത് എന്ത് ചെയ്യണം? സൂക്ഷിക്കപ്പെടണം. അവർക്ക് ഭാവി നന്നാവും. നമ്മൾ നല്ലവരാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, ഒരു സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വാലിഹാവാൻ മയ്യത്ത് കട്ടിലിൽ കിടന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ആഗ്രഹിക്കണം. നമ്മൾ സ്വാലിഹാണോ എന്ന് നമ്മുടെ മൊബൈൽ പറയും, നമ്മൾ സ്വാലിഹാണോ എന്ന് നമ്മുടെ നാവ് പറയും. ഈ റമദാൻ ഒരു നല്ല അവസരമാണ്, മാറ്റത്തിനുള്ള അവസരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമദാൻ ഒരു തസ്കിയത്താണ്, നമുക്കൊരു വിശുദ്ധിയാണ്. നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ വയറിനെ, നമ്മുടെ ചിന്തകളെ, ജീവിതത്തിന്റെ ഉച്ചൂടും മാറ്റിമറിക്കാൻ, തസ്കിയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു വേളയാണ് പരിശുദ്ധമായ റമദാൻ. മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം തണുത്ത് ആ തണുപ്പ് പുറത്ത് കാണുന്നുണ്ട്, അതിശക്തമായ ചൂടും ദാഹവും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് എടുക്കുന്നില്ല. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് കണ്ടു. അങ്ങനെയാണല്ലോ, മൈക്ക് മുമ്പിൽ കൊണ്ടുപോയിട്ട് പബ്ലിക് ഒപ്പീനിയൻ വെക്കാം. അപ്പോ ഒരു വീഡിയോ കണ്ടത്, ഇങ്ങനെ കൊണ്ടുപോയിട്ട് 1,00,000 രൂപയുടെ നോമ്പ് കുറിക്കും, 1,00,000 രൂപയുടെ നോമ്പ് കുറിക്കും, 10,000 തരം നോമ്പ് കുറിക്കും. കണ്ടതിൽ എല്ലാവരും പറയുന്ന കുറിക്കൂല, അത് പടച്ചവനോട് ചെയ്യണം. നമ്മളൊന്ന് ആലോചിക്കും. ആ പറഞ്ഞ ആളുകൾക്ക് അറിയില്ലേ അള്ളാഹു പറഞ്ഞ കുറെ കാര്യങ്ങൾ റമദാൻ കഴിഞ്ഞാലുണ്ട്, അത് ചെയ്യരുത് എന്നുള്ളത്.
അവർ റമദാനിൽ പഠിപ്പിക്കലാണ്. നമുക്ക് സ്വാലിഹാവാനുള്ള ഏറ്റവും നല്ല അവസരം റമദാനാണ്. അതുകൊണ്ട് മയ്യത്ത് കട്ടിലിൽ കടന്ന് സ്വാലിഹാവാൻ ആഗ്രഹിച്ച നടക്കൂല. മൂന്നാമത്, നമ്മൾ ആലോചിക്കുന്ന ഒരു സമയം എന്താണെന്നറിയോ? ആഗ്രഹിക്കുക സ്വന്തത്തെ ഒന്നും ചെയ്തില്ല എന്നാണ്. സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ലാ ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫ്ഫൻ സഫ്ഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം. നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടുമ്പോൾ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്ന ലഹു ദിക്റ. അന്ന് ആ മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കും, പടച്ചോനെ ചെയ്തില്ലല്ലോ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒന്നും ഒരുക്കിയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചെങ്കിലാണ് എനിക്ക് വേണ്ടി എന്ന് ചിന്തിച്ചത് അപ്പോഴാണ്. ബാക്കിയുള്ളതൊക്കെ എന്താ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി. കുഴപ്പമില്ല, നല്ലതാണ്. കുടുംബത്തിന് വേണ്ടി നല്ല നീയത്തോടു കൂടി നമ്മൾ ചെലവഴിക്കുന്നത് സ്വതക്കയുടെ പരിധിയിലാണ്. പക്ഷേ പടച്ചവനെ മറന്നുകൊണ്ട് ഒരു കുടുംബം ഉണ്ടാകരുത്. പടച്ചവനെ മറന്നുകൊണ്ട് നമുക്കൊരു തിരക്കുണ്ടാകരുത്. കാരണം പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്ത് മുഅ്മിനൂനിലെ 101 ആയത്ത് ഓതുന്നതിന് മുമ്പ് നമ്മളിപ്പോ നമ്മുടെ കുടുംബത്തിൽ ഒരു നോമ്പറ സങ്കല്പിച്ചു വിചാരിക്കാം. നമ്മളൊരു നോമ്പറൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ചോദിക്കാം, എന്റെ മരുകളുടെ അല്ലെങ്കിൽ ഇത്താത്ത വന്നില്ലല്ലോ, ഇത്താത്തന്റെ കുട്ടികളെ കാണാനല്ലോ, അതെന്താ? അപ്പൊ അവരില്ലാത്ത വലിയ സങ്കടം. നമ്മൾ ആ നോമ്പറ കഴിഞ്ഞ് താവി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അതൊരു സുഖം കിട്ടില്ല. എന്റെ മൂത്ത താത്തി കൂടി ഉണ്ടെങ്കിലാണ് ഈ നോമ്പറയുടെ സെറ്റാവുന്നത്. അവരില്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിൽ ഒരു നോമ്പറ നടത്തുകയാണെങ്കിൽ, ഒരു വിരുന്ന് നടത്തുകയാണെങ്കിൽ ആ താത്താന്റെ പേരക്കുട്ടിനെ വരെ നമ്മൾ ചോദിക്കും. എന്നാൽ പരലോകത്തെത്തുമ്പോഴും സ്വന്തം ഉമ്മാനെ വരെ ചോദിക്കും. സ്വന്തം ഉമ്മാനെ വരെ ചോദിക്കൂല. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നത്, കാഹളത്തിൽ ഊതപ്പെട്ടാൽ പിന്നെ കുടുംബ ബന്ധങ്ങളില്ല, പിന്നെ നെസബില്ല. എന്താ ഇല്ലാത്തത്? ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തിരക്കാണ്. ഓരോ മനുഷ്യർക്കും അവന്റേതായ തിരക്കാണ്. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞല്ലോ, നഫ്സി 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 നഫ്സിയ. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള അഖില പ്രവാചകന്മാർ അന്ന് പറയുന്നത് നഫ്സി നഫ്സി എന്നാണ്. എന്റെ കാര്യം കുറച്ചു എന്റെ തടി വെച്ചിട്ടാക്കണം. എങ്ങനെ? മലപ്പുറം ജില്ലയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ് അപകടം, അല്ലെ, ഒരു വർഷങ്ങൾ കേട്ടിട്ടുണ്ടാവും, കത്തിപ്പിടിച്ചു. ആ ബസ് കത്തിപ്പിടിച്ചപ്പോ പുറകിൽ നിന്ന് ഭർത്താവ് ഇറങ്ങി നേരെ സ്ത്രീകളുടെ അങ്ങോട്ട് കയറിയിട്ട് നേരെ കുട്ടിനെടുത്തു, പുറത്തേക്ക് ഭാര്യനെടുത്തു, പുറത്തേക്ക് വെച്ചു. അതിനിടയിൽ ഭർത്താവ് കത്തി പിടിച്ചു. ആളിക്കത്തുന്ന തീയിനുള്ളിലേക്ക് ആ മനുഷ്യരെ കേറാൻ പ്രേരിപ്പിച്ച വികാരം എന്താണ്? എന്റെ ഭാര്യ എന്ന, എന്റെ പ്രിയപ്പെട്ടവളെന്ന, എന്റെ കുട്ടി എന്ന വികാരമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു പറയുന്നത്, നാളെ പരലോകത്ത് നരകത്തെ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യൻ പറയും, പടച്ച റബ്ബേ, എന്റെ കുട്ടിയെ നരകത്തിലേക്ക് ഇട്ടുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തു. ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നരകത്തിലേക്ക് ഇട്ട് എന്നെ രക്ഷപ്പെടുത്തും. നരകം അത്ര ഭീകരം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് മഹദി ഫാത്തിമ ബീവിയോട് റസൂൽ പറഞ്ഞത്, ഫാത്തിമ തടിയാക്കും, നരകത്തുനിന്ന് സ്വന്തം തടിയേക്കാത്തോ. ഹസൻ ബസ്രി പറയുന്ന ഒരു ഉദ്ധരണി തഫ്സീറിൽ വായിച്ചു പോകുന്നുണ്ട്. ഈ നരകത്തിനുള്ളിലേക്ക് ആളുകൾ ഇട്ടാൽ നരകത്തിന്റെ അടിയിലുള്ള തീയുടെ ശക്തി കാരണം ഇവർ അടിയിലെത്തുമ്പോഴേക്കും മുകളിലേക്ക് പറക്കുന്ന ആ തീയിന്റെ ഫോഴ്സ് കാരണം മുകളിലെത്തുമ്പോൾ അവർ വിചാരിക്കും നരകത്തിന് പുറത്ത് ചാടും. പുറത്തേക്ക് ചാടാൻ വിചാരിക്കുമ്പോഴത്തേക്ക് വീണ്ടും അവരെ മലക്ക് ഗത കൊണ്ടടിച്ച് നരകത്തിന്റെ അടിയിലേക്ക് എത്തി. പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മളിങ്ങനെ തിളച്ചു നിൽക്കുന്ന എണ്ണയിലേക്ക് കടുകിട്ട ഇങ്ങനെ കറങ്ങി പൊട്ടും. ഇതുപോലെ മനുഷ്യരെ പൊട്ടിക്കുന്ന ഒരു രോഗം, അതാണ് നരകം. ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോ അവൻ വിജയിച്ചു. മഹാനായ സ്വഹാബി വരും തന്റെ പ്രിയതമയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടന്ന് അവർ തമ്മിലുള്ള സല്ലാപത്തിലും സന്തോഷ വർത്തമാനത്തിലും ഇടക്ക് ആ സ്വഹാബി പൊട്ടിക്കരയാണ്. കരച്ചിൽ കണ്ടപ്പോ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, എന്തു പറ്റി? സ്വഹാബി പറയുന്നു, ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് ഓർത്തുപോയി. നിങ്ങൾ എല്ലാവരും നരകത്തിന്റെ അടുത്തെത്തും എന്നായി.
അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഈ ഇരിക്കുന്ന നമ്മളൊക്കെ നരകത്തിന്റെ വക്കിൽ. അള്ളാഹു ഒരിക്കലും പറഞ്ഞില്ല എല്ലാവരും രക്ഷപ്പെടുത്തും. അതേ ഞാൻ ചിന്തിച്ചത്. അള്ളാഹു പറഞ്ഞത് എല്ലാവരും എത്തിക്കുന്നു പറഞ്ഞു, പക്ഷെ എല്ലാവരും രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ടില്ല. തഖ്വയുള്ളവരെ മാത്രമാണ് റഹ്മാനായ റബ്ബ് നരകത്തിന്റെ വക്കിൽ നിന്നെടുത്ത് മാറ്റിവിട്ടത്. തഖ്വയില്ലാത്തവർ നരകത്തിലേക്ക് അവരുടെ കഴുത്തും തലയും പിടിച്ച് കാലുകൾ പിടിച്ച് തിരിച്ചു മടക്കുന്നു. തഫ്സീറിൽ കാണാൻ കഴിയും. കഴുത്ത് പിടിക്കും, മൂർധാവ് ഇവിടെ പിടിക്കും, കാല് പിടിക്കും, എന്നിട്ട് തിരിച്ചു മടക്കും. ഒരു വളയൻ പോലെയാക്കി നരകത്തിലേക്ക് അതിശക്തമായി എറിയും. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നരകം അത്ര ഭീകരമാണ്. അതുകൊണ്ട് ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേക്ക് ചേർക്കപ്പെട്ട ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. നരകക്കാർ കരയും, കരഞ്ഞു കരഞ്ഞവരുടെ കണ്ണീര് വറ്റി ചോര കരയുന്ന, രക്തം കരയും. ആ കണ്ണീരിൽ കണ്ണീരിൽ ഒരു കപ്പൽ ഒഴുക്കിയാൽ കപ്പൽ ഒഴുകാൻ മാത്രം കണ്ണീര് നരകത്തിൽ എത്തണം. നമ്മൾ ലോകത്തിലുള്ള എല്ലാവരും കരുന്നതിന് പ്രിയമുള്ളവരെ എത്ര ഉണ്ടാവും? എന്നാൽ നരകക്കാരുടെ കണ്ണീരിൽ കപ്പൽ ഒഴുകാൻ മാത്രം കണ്ണീരുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ബന്ധങ്ങളുടെ പേരിൽ നമ്മുടെ പരലോകം ഇഷ്ടപ്പെടുത്തരുത്. അവൾക്ക് ഇഷ്ടമല്ല എന്റെ താടി, അത് ഞാൻ പഠിച്ചു അല്ലെ. എന്റെ നാട്ടിലെ സുഹൃത്ത് താടിയുടെ മഹത്വത്തെ കുറിച്ച് പഠിച്ചു. എന്റെ കുത്തുബക്ക് വരുന്ന സഹോദരനാണ്. അപ്പോ ഒരു പുതുതായി നമ്മുടെ ആദർശത്തിലേക്കൊക്കെ വന്നൊരു സുഹൃത്താണ്. അദ്ദേഹം താടിയൊക്കെ വളർത്തി വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു, നിന്റെ രസം നിങ്ങളൊന്ന് വെട്ടി ഒതുക്കി ഒന്ന് അടിപൊളിയാക്കിയാലും മുകളിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ മുമ്പര് വിളിച്ചിട്ട് പറഞ്ഞു, മുമ്പര് ബാഗിൽ നിന്നിട്ട് എന്റെ താടി ഇപ്പൊ കാണാൻ പറ്റും ഇല്ല. ഭാര്യനോട് പറഞ്ഞു, എന്നാൽ എന്റെ താടി ഇങ്ങനെ നിൽക്കും, സിംഹത്തിന്റെ സടപോലെ നിൽക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ നീ ഒഴിവായിപ്പോ, എനിക്ക് റബ്ബിനെ ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ആദർശം. സഹോദരങ്ങളെ, റബ്ബിന് ഇഷ്ടമുള്ളത് നമ്മുടെ ബന്ധങ്ങളുടെ പേരിൽ നമ്മൾ ഒഴിവാക്കണ്ട. ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. يقتسمون مالي وما يدلون أن جهدوا طيوري وقد أخذوا سهامهم وعاشوا فيا لله أسرع ما نسوني. അറബിയിൽ ഒരു കവിതയാണ്, യമറു അഖാലിബീന, എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ എന്റെ കബറിനരികിലൂടെ നടന്നു നീങ്ങുന്നുണ്ട്. പക്ഷെ ആ കബറിനരികിലൂടെ നടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഞാനും ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് കടന്നു പോകുന്നത്. ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലെ ഇങ്ങനെ നടന്നു പോകുന്നത് അല്ലെ. നമ്മളെ ഉമ്മാനല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട മറമാടിയ പള്ളിക്കാരൻ്റെ അടുത്ത് ഒരു 3 മാസമൊക്കെ പോകുമ്പോൾ നോക്കും, കരച്ചിലൊക്കെ വരും. കഴിഞ്ഞാലും കുറച്ചു കാലം കഴിഞ്ഞാലും അതെന്തും മറക്കും. അതവിടെ നിയമത്താണ്. കണ്ണീര് വറ്റും, ഓർമ്മകളിൽ നിന്ന് അത് മാഞ്ഞു പോകും. പിന്നെ പറയാനൊരു പേരായി നമ്മൾ മാറ്റി, നമ്മളും കവറും മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അറബി കവി പറയുന്നത്, എത്ര പെട്ടെന്നാണ് പഠിച്ചവനെ എന്നെ അവർ മറന്നുപോയത്. അനന്തര സ്വത്തൊക്കെ അവരെ എത്തും, വാശു അവർ സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കടം പോലും എന്റെ മക്കളെ കിട്ടിയിട്ടില്ല. അല്ലാഹുവേ, എത്ര പെട്ടെന്ന് ഞാൻ അവർക്ക് വേണ്ടിയല്ല ജീവിച്ചത്, ഇത്രയും കാലം അധ്വാനിച്ചത്, രക്തം വറ്റുന്ന രീതിയിൽ, ചോര നീരാകുന്ന രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടത് എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ പഠിച്ചോനെ. പക്ഷേ അവരെന്റെ കബറിനരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ പോലും എന്നെ ഓർക്കുന്നില്ലല്ലോ. എനിക്ക് വേണ്ടി ഒന്ന് അസ്തവ ചെല്ലാൻ പോലും, എനിക്ക് വേണ്ടി ഒന്ന് റഹ്മത്തിന് പ്രാർത്ഥിക്കാൻ പോലും അവരില്ലല്ലോ റബ്ബേ. ഞാൻ നഷ്ടക്കാരനായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എടോ മരണത്തെ മറന്ന് ജീവിക്കുന്നവരെ, നീ എവിടേക്കാണ് ഈ പോകുന്നത്? എന്റെ നിങ്ങൾക്ക് മരിച്ചവരെ നോക്കിയിട്ട് പാഠം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോടൊപ്പം ഓർമ്മപ്പെടുത്താൻ കഴിയും. നമ്മൾ എന്നും മരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. എന്നും
അല്ലെങ്കിൽ നമ്മളെ ഈമാൻ നഷ്ടപ്പെടും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല രാത്രിയായി അവരവർ വിടുന്നത് ചരിത്രത്തിൽ വായിക്കുന്ന വലിയ സംഭവമാണ്. അവര് പരസ്പരം മരണത്തെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാളിങ്ങനെ ഒരു ഉപദേശം കൊടുക്കും മരണത്തെ കുറിച്ച്. മയ്യത്ത് മുമ്പിലുള്ള പോലെ ഇരുന്ന് കരയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല. മയ്യത്ത് മുമ്പിലുള്ളത് പോലെ അവരിരുന്ന് കരയുന്ന മരണത്തെ കുറിച്ചാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മള് മരിക്കാൻ നേരത്ത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആലോചിച്ചാൽ ആഗ്രഹം നടപ്പിലാണ്. നാലാമത്തെ ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ അവസാനിപ്പിക്കാം. നാലാമത്തെ ഒരു കാര്യം, നമ്മളെ കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ മരിച്ചതിനപ്പുറത്താണ്. എന്റെ കഷ്ടമേ, ഞാൻ എന്തിനായി ചങ്ങായിന്റെ കൂടെ കൂടിയത്? ഓനാണ് എനിക്ക് സിനിമ അയച്ചത്, അവനാണ് എനിക്ക് വേണ്ടാത്ത മെസ്സേജ് എന്ന്. ഞാൻ പള്ളിയിലേക്ക് നടക്കുമ്പോ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചത് അവനാണ്. ഒരു നല്ല ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ പോലും എന്റെ ശ്രദ്ധ തെറ്റിച്ചവനാണ്. സഹോദരങ്ങളെ, കൂട്ടുകെട്ട് നല്ലതല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വളരെ പരാജയപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഞാൻ പങ്കെടുത്ത ജനാസയിൽ എന്നെ വളരെയേറെ പ്രയാസപ്പെടുത്തിയ ജനാസംസ്കാരമുണ്ട്. അതിനെ പോയിട്ട് ദുഃഖിക്കരുത്. പോവേണ്ടതിനാന്ന് തോന്നി വീണ്ടും തോന്നാൻ പാടില്ല, പക്ഷെ തോന്നിപ്പോവാണ്. കള്ളുടിയന്മാരാണ് നേരെ പള്ളിക്കാട്ടിൽ കള്ളു കുടിച്ച് പാട്ടുപാട്, റീത്തുമായിട്ട് വന്നിട്ട് പാട്ടുപാട്. കൂട്ടുകെട്ട് അങ്ങനെ പറ്റ മോശം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആദർശ സുഹൃത്തുക്കൾ ഉണ്ടാവണം. അത് കിട്ടുക ആദർശത്തിന്റെ കൂടെ നല്ല നല്ല സദസ്സുകളിൽ വന്നിട്ടുമ്പോഴാണ്. അബൂജഹല് അബൂ ത്വാലിബിനെ ശിക്ഷയിലേക്ക് തള്ളിയതുപോലെ നമ്മളെ തള്ളാൻ ഒരു മനുഷ്യനുണ്ടാവും. നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 42 കൊല്ലത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ച ആളാണ് അബൂ ത്വാലിബ്. അള്ളാഹുവിന്റെ റസൂലിനെ അതിനോളം സ്നേഹിച്ച ഒരാളില്ല, അത്രയേറെ ഇഷ്ടമാണ്. മറ്റു കുട്ടികൾക്കിടയിൽ നിന്ന് അബൂ ത്വാലിബ് റസൂലിനെ എടുത്ത് കൊണ്ടുവന്ന് അടുത്ത് കളഞ്ഞു, അത്ര ഇഷ്ടമായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് റസൂലിന്റെ കണ്ണു നനഞ്ഞത്. അബൂ ത്വാലിബിന്റെ അടുത്ത് വന്ന് മരിക്കാൻ നേരത്തും പറഞ്ഞു, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ ഉശ്ഹിദു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാനാണ്. അപ്പോഴാണ് അബൂജഹലിനെ നോക്കിയത്. കൂട്ടുകാരടുത്തുണ്ട്, 2 കൂട്ടുകാരാണ് അടുത്തുണ്ടായിരുന്നു. അബൂജഹലിനെ നോക്കിയപ്പോൾ അബൂജഹൽ പറഞ്ഞതാണ്, ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മുഹമ്മദിന്റെ മതത്തിൽ കൂടി അന്ന ഭീരുവാണെന്ന് പറയും. ഇജ് ഭീരുമായി തോറ്റവനാണെന്ന് പറയും. അതുകൊണ്ട് അബൂ ത്വാലിബെ ഒരിക്കലും ദീൻ ഒഴിവാക്കില്ലേ. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകെട്ട് നന്നായില്ലെങ്കിൽ നമ്മൾക്ക് ദീനുണ്ടാവില്ല, ഒരു സംശയവുമാണ്. അത് കുറെ നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. കാരണം നമ്മുടെ ഒരു സ്കൂൾ പ്രായത്തിലുണ്ടായിരുന്ന കൂട്ടുകാരും അത് കഴിഞ്ഞ് അറബി കോളേജിൽ വന്ന കൂട്ടുകാരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സ്കൂൾ കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് അറബി കോളേജിൽ നിന്ന് നിർത്തിപ്പോയ കുറെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ കൂട്ടുകെട്ട് മാറിയപ്പോഴേ കിതാബുകൾ മനഃപ്പാടമാക്കിയ സുഹൃത്തുക്കൾ പോലും വേണ്ട വൃത്തിയിലേക്ക് അഥവാ ഫുൾ മോഡൽ ലൈഫിലേക്ക് പോയ അവസ്ഥയുണ്ട്. എന്റെ കൂട്ടുകെട്ട് സുഹൃത്ത് വലയം മാറിപ്പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിച്ച് നാളെ പരലോകത്ത് പോയിട്ട് ഈ കൂട്ടുകാരനെ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് വാവിളിയിട്ട് കറഞ്ഞിട്ടൊരു കാര്യമില്ല. അവിടുത്തെ ആഗ്രഹം നടപ്പിലാവില്ല. 5-ാമത്തെ ഒരു കാര്യം, 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് വെച്ചാൽ ഒരു അമല് ചെയ്യാൻ കൊതിച്ചു. നെക്സ്റ്റ് ഒരിക്കല് ബഖീഅ തർക്കത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഖബർസ്ഥാനിൽ ഇങ്ങനെ പോവാൻ ഒരു പുതിയ ഖബർ അവിടെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ട് ചോദിച്ചു, സ്വഹാബത്തെ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അറിയില്ല എന്ന് പറയുമ്പോൾ സ്വഹാബത്തിനോട് റസൂൽ പറയുന്നത് 2 റക്അത്ത് നിസ്കരിക്കാനാണ്. ഖൈറുൻ ലഹു മാ ബഖിയത മിൻ ദുനിയ, ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ അയാൾക്ക് ഇപ്പൊ ആഗ്രഹം 2 റക്അത്ത് നിസ്കരിക്കാനാണ്. എങ്ങനെ വരാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഈ കാമത്ത് കൊടുക്കാൻ 2 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമ്മളതിനെ കാത്തിക്കല്ല. അപ്പൊ ആദ്യ ചൊല്ലി വാജിബായ ഒരു തവണ ദിക്റ് നിസ്കരിച്ചൂടെ? നമുക്ക് 3 തവണ ദിക്റെല്ലാം സമയം, ഒരു വാജിബായ സുബ്ഹാനല്ലാഹിൽ അദീം ഒരു തവണ ചൊല്ലിയാൽ വാജിബായത് കഴിഞ്ഞല്ലോ, 3 സുന്നത്താണല്ലോ. അപ്പൊ അങ്ങനെ വേഗത്തിനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അത് കൊതിച്ചു പോകും ആര്? മരിച്ച ശേഷം. അതിനും അവസരം പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്നു ഖയ്യിം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അതിന് 700-1000 അതിനപ്പുറത്ത് ഇരട്ടി പഠിച്ചോ കൂലിയത്. എന്നാൽ
നിങ്ങൾ പരലോകത്ത് മരിച്ചതിന് ശേഷം റബ്ബിന്റെ അടുക്കൽ ഭൂമി നിറയെ സുബ്ഹാനല്ലാഹ് ചെല്ലാന്ന് പറഞ്ഞാലും അള്ളാഹു സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് പടച്ചോൻ കളിയാക്കുന്നതാണ്. നരകത്തിലുള്ള ആളുകൾ ചോദിക്കും, നിന്റെ കയ്യിൽ നിറയെ സ്വർണം തരാം, ഭൂമി നിറയെ സ്വർണം തരാം, അതൊക്കെ തന്നിട്ട് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ ആ മനുഷ്യൻ പറയും, ഒക്കെ ഞാൻ അതൊക്കെ തരാൻ ചെയ്യാമെന്ന്. അപ്പൊ അള്ളാഹ് പറയില്ല, അത്രയൊന്നും ചോദിച്ചിട്ടില്ല, ദുനിയാവൊന്നും അത്രയൊന്നും ചോദിച്ചിട്ടില്ല. കളിയാക്കുന്നതാണ് നരകക്കാരൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൂമി നിറയെ സ്വർണം തന്നാൽ അത് തന്നിട്ടെങ്കിലും റബ്ബേ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന അവസ്ഥ നാളെ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. സഹോദരങ്ങളെ, അവസാനമായിട്ട് നമ്മൾ മരണത്തിനപ്പുറത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് സ്വതക്ക ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൽ മുനാഫിഖൂനിലെ 10-ാമത്തെ ആയത്ത്, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയുന്ന, റബ്ബേ എന്നെ ഒന്ന് കുറച്ച് സമയം ബാക്കിയിട്ടാൽ അസ്വദ്ദഖ, ഞാൻ സ്വതക്ക കൊടുക്കാം, ഞാൻ സ്വതക്ക കൊടുക്കാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെടാം. അള്ളാഹു എനിക്ക് എന്ത് ചെയ്യണം? അവസരം. കാരണം മരിക്കാൻ നേരത്തെ ഇതൊന്നും ആർക്കും ഇതൊക്കെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകും. ഫിർഔന് പ്രിയമുള്ളവരെ അഹങ്കരിച്ചവനാ. എന്തിന്റെ പേരിൽ? സമ്പത്തിന്റെ അഹങ്കാരം നടത്തിയവനാ. മിസ്രിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഈ നദികളൊക്കെ, ഈജിപ്തിലെ ഒരു നീല നദി ഫിർഔനിന്റെ അധികാരത്തിലാണ്. 7 രാഷ്ട്രങ്ങൾ വെള്ളമെടുത്തിരുന്ന നദിയാണെന്നാണ്. ആ രാഷ്ട്രങ്ങളുടെ സമ്പത്തൊക്കെ ഈ ഫിർഔനിന്റെ ഖജനാവിലെത്തും. വലിയ ജനാടിനാണ്. പക്ഷെ എന്താ കൊണ്ടുപോയത്? അല്ലാഹു പറയാൻ, എത്രയെത്ര അരുവികളും തോട്ടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. അവൻ ആസ്വദിച്ചിരുന്ന സകല സൗകര്യങ്ങളും ദുനിയാവിൽ ബാക്കിയാക്കി അവൻ യാത്രയായി. അള്ളാഹു അത് ബാക്കിയുള്ളവർ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. മരിക്കാൻ നേരത്തെ അത് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ഒരിക്കലും നടപ്പിലാവില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ മദീനയിലൂടെ നടക്കുമ്പോൾ ഉഹുദ് ഇങ്ങനെ കാണുന്നുണ്ട്. ഉഹുദ് ഇങ്ങനെ കണ്ടപ്പോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ദർ, ഈ ഉഹുദ് പർവ്വതത്തോളം സ്വർണ്ണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ സ്വതക്ക കൊടുക്കണം. 3 ദിവസത്തിനുള്ളിൽ. എന്നല്ലാതെ കടം വിട്ടാൻ എന്തെങ്കിലും ബാക്കി വെക്കാൻ, അതല്ലാതെ ബാക്കിയൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ അവർ നടന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധിക സമ്പത്തുള്ളവർ നാശം, കൂടുതലുള്ളവർ നാശം, കൂടുതലുള്ളവർ നാശം. ഇത് പറഞ്ഞപ്പോ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ എന്തായി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മണലിങ്ങനെ കൈപ്പിടിയിൽ വാരിയിട്ട് മുമ്പിലേക്ക് എറിഞ്ഞു, വലത്തു ഭാഗത്തേക്ക് എറിഞ്ഞു, ഇടത്തു ഭാഗത്തേക്ക് എറിഞ്ഞു, പിറകിലോട്ട് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അബൂ ദർ, സമ്പത്ത് ഇങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവർക്കാണ് രക്ഷയുള്ളൂ, അല്ലാത്തവരൊക്കെ അതിശക്തമായ വിചാരണ നേരിടും. ഈജിപ്തിൽ നൈജീരിയയിൽ ഓർമ്മയിൽ ഒരു കുട്ടി ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ എന്താണ് പരലോകം? അപ്പോ ഉസ്താദ് കുട്ടികൾക്കൊക്കെ ഓരോ ദീർഘം വെച്ച് ഒരു പൈസ കൊടുത്തു. ഈ ചോദിച്ച കുട്ടിക്ക് 1 കൊടുത്തു, ബാക്കിയുള്ളവർക്ക് 10, 20, 50 ഒക്കെ കൊടുത്തു. പിറ്റേ ദിവസം എന്റെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇത് ചെലവഴിച്ചോളൂ, നിങ്ങൾ ഇഷ്ടം പോലെ ചെലവഴിച്ചോളൂ. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോ ഉസ്താദ് ഒരു ചെറിയ ഒരു ചൂടുള്ള ഒരു തറ പോലൊരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു അടുപ്പ് പോലെ വസ്തു, നല്ല ചൂടുള്ള ഒരു പ്രതലാണ്. 10 കൊടുത്ത കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെലവാക്കിയതിന്റെ കണക്ക് പറയാം. അത് നമ്മൾ കയറി നിന്നിട്ട് 10 എണ്ണത്തിന്റെ കണക്ക് പറയണം. 50 കൊടുത്ത കണക്ക് പറഞ്ഞ് കാലൊക്കെ പൊള്ളി, കാരണം കുറെ നേരം നിൽക്കണം. ഒന്ന് ചോദിച്ച കുട്ടിക്ക് 1 കൊടുത്തു. ഓരോ നമുക്ക് കയറലും കഴിഞ്ഞു, ചാടലും കഴിഞ്ഞു, അവർക്കൊന്നും പറ്റില്ല. അപ്പൊ കുട്ടിനോട് പറഞ്ഞു, ഇതാണ് പരലോകം. അള്ളാഹു കൂടുതൽ തന്നവൻ കൂടുതൽ മഹ്ശറയിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തവർക്കാണ് രക്ഷയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ അത് നമ്മുടെ മനസ്സിലൊരു തൗഫീഖാണ്. അതുകൊണ്ടാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബത്തൊക്കെ ഖന്തഖ് യുദ്ധത്തിൽ സ്വഹാബത്ത് കിടന്നു വീഴിക്കുമ്പോൾ അവർ പറയുന്നത്, വല്ലാഹി ലൗലാ മഹ്തദൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ലൗലല്ലാഹു മഹ്തദൈന, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ
ഞങ്ങൾ ഹിദായത്തിലാവില്ല. വലാ തസദ്ദഖ്ന വലാ സ്വല്ലൈന, ഞങ്ങൾ സ്വതക്കയും കൊടുക്കൂല, ഞങ്ങൾ നിസ്കരിക്കൂല. അപ്പൊ അള്ളാഹ് തൗഫീഖ് കൊടുക്കും. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നിസ്കാരവും സ്വതക്കയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണം. ഞാനിവിടെ സൂചിപ്പിച്ചത്, ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, നമ്മള് ഒരു സ്ഥാപനത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് അറിഞ്ഞു കൊടുക്കുക എന്നതാണ്. നാം സൂചിപ്പിച്ചല്ലോ, ഇതൊരിക്കലും നമ്മുടെ ഈ ഞാൻ ചോദിക്കുന്ന എനിക്കോ അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള മറ്റു ഉസ്താദിന്റെയോ മക്കളെ പഠിപ്പിക്കാനല്ല. അവ രക്തത്തിലുള്ള മക്കളെ പഠിപ്പിക്കാൻ നമ്മളെത്ര മക്കളെ ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മക്കളായിട്ടുള്ള അറബി കോളേജിൽ വരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ, കാരണം ദീനി സ്ഥാപനങ്ങൾ നിൽക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്, അതൊരു വ്യക്തി ബാധ്യതയല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പോലും ഒരു ത്വായിഫ തന്നെയാണ്, ഒരു ടീം മാറി ഇരുന്ന് ദീന് പഠിക്കണം. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പോലും, കാരണം ദീന് പഠിക്കുന്ന ആളുകൾ വരും. അതുകൊണ്ട് മതവിജ്ഞാനം നേടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുക എന്നത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. എങ്കിലേ നമ്മൾ